ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു ഹാഫ് ഡേ കൊണ്ട് ആലപ്പുഴ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേസസിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഇപ്പൊ നല്ല മഴയുള്ള സമയമായോണ്ട് ഒരു തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. തോന്നുന്നുണ്ടോ? ഒരു തണുപ്പുണ്ട്. പക്ഷെ സൺസെറ്റ് കാണാനൊന്നും പറ്റില്ല കേട്ടോ. എന്തായാലും ആകാശം നോക്കുമ്പോ തന്നെ എല്ലാം അറിയാം, എല്ലാം മൂടി കെട്ടിയിരിക്കുക. എത്തിയില്ല തൊട്ടു. ബീച്ചിന്റെ മാത്രമല്ല കേട്ടോ, ബീച്ചിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം കവർ ചെയ്യാൻ പറ്റുന്ന വാച്ച് ടവറിന്റെയും അതിനോട് ചേർന്ന് തന്നെയുള്ള കുറച്ച് കിഡ്ലൻ റെസ്റ്റോറൻറ്റ്സിന്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെയുണ്ട്. അപ്പോൾ അതാരും മിസ്സാക്കാണ്ട് കാണണേ. ഇപ്പോൾ ഈ മഴയുടെ സമയം ആയതുകൊണ്ടാണ് കേട്ടോ ബീച്ചിൽ ഇത്രയും തിരക്ക് കുറവ്. അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണ്. ഈ കാണുന്ന കപ്പൽ ബീച്ചിന്റെ ഒരു സൈഡിലുള്ളതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പഴയ ഒരു യുദ്ധക്കപ്പലാണത്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ബീച്ചിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. കോഴിക്കോട് ബീച്ചും ഫോർട്ട് കൊച്ചി ബീച്ചിലും ഉള്ള പോലെ അധികം ഷോപ്സ് ഒന്നും എനിക്കിവിടെ കടൽ തീരത്ത് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഒരു പക്ഷേ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടായിരിക്കും. കാണുന്നത് പണ്ടത്തെ കടൽപ്പാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. ഈ ഭാഗത്തെ തിരക്കൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കരയിലേക്ക് അത് കുറച്ചുകൂടി കയറി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷോപ്സ് ഒന്നും അധികം ഇല്ലെങ്കിലും നല്ല വിശാലമായിട്ടുള്ള കടൽ തീരം തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉള്ള കേട്ടോ വാച്ച് ടവറിലേക്കുള്ളത്. ആ കണ്ട റെയിൽവേ പാളം നമ്മൾ ക്രോസ് ചെയ്ത് നേരെ ചെല്ലുന്നത് വാച്ച് ടവറിലേക്കാണ് കേട്ടോ. വാച്ച് ടവറിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പൈസ നമ്മളെ കയ്യിൽ തന്നെ കരുതണം കേട്ടോ. അവിടെ ഗൂഗിൾ പേ അവൈലബിൾ അല്ല. ടിക്കറ്റിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ എക്സ്ട്രാ ഒരു 10 രൂപ കൂടി കൊടുക്കണം. വാച്ച് ടവറിന്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാലേ നമുക്ക് ആ വാച്ച് ടവറിന്റെ ഹൈറ്റ് എന്തോരം ആണെന്നുള്ളത്. ഈ കാണുന്ന ഗാർഡന് ചുറ്റും നമുക്ക് ഈ വഴിയിൽ കൂടെ നടന്നു പോകാവുന്നതാണ് കേട്ടോ. പക്ഷെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം നടക്കാനെന്നുള്ളതൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ കാണുന്നത് അവിടുത്തെ ഇൻസ്പെക്ഷൻ ക്വാർട്ടേഴ്സും പിന്നെ വരുന്നവർക്കെല്ലാം ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസും ആണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ വാച്ച് ടവറിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കയറി നോക്കാം. ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റ് ജില്ലകളിലുള്ള ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം കയറിയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ഈ കയറുന്ന വെച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണില്ല. ഇവിടെ ടോപ്പിലെത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മടുക്കൂട്ടോ. ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു, കാരണം നമുക്ക് ആൾക്കാരെ ഇറങ്ങി വരുമ്പോൾ അതേസമയം നമുക്ക് ഒപ്പം കയറാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ശ്വാസം വിട്ടിട്ട് പറഞ്ഞാൽ മതിയോ. നമ്മൾ ഏറെക്കുറെ ടോപ്പിലെത്തിട്ടോ. കണ്ടില്ലേ, ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞ് നോക്കിയാൽ മെയിൻ അട്രാക്ഷനായിട്ട് വരുന്നത് പരന്നു കിടക്കുന്ന കടൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ബ്യൂട്ടിഫുൾ സ്വിമ്മിംഗ് പൂളും പ്ലേ ഗ്രൗണ്ടും പിന്നെ ആ റെയിൽവേ ക്രോസും ആണ് കേട്ടോ മറ്റ് അട്രാക്ഷനായിട്ട് വരുന്നത്. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അതിൽ കൂടി ട്രെയിൻ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷ്വൽ കാണാൻ കിടലനായിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരു തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സൺറൈസും സൺസെറ്റും കൂടി കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് കയറി വന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഈ നല്ല കാറ്റും കിടലൻ വ്യൂവും കാരണം മാറുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. കയറുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഈ തവണ ഇറങ്ങിയപ്പോൾ തോന്നിയില്ല കേട്ടോ. നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് കയറുന്നതിൻ്റെ ആ ഒരു ഇത് മേളിൽ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും വേർത്താണ് കേട്ടോ. ആ കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ അത് കാണുമ്പോൾ നമ്മുടെ ഈ ബുദ്ധിമുട്ടിയതിൻ്റെ എല്ലാ വിഷമവും മാറും. ഈ കാണുന്ന സ്പേസ് എല്ലാം നമുക്ക് ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു മ്യൂസിയം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഈ കാണുന്ന മ്യൂസിയം ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു മ്യൂസിയം ഇവിടെ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കത്തില്ല. ഒത്തിരി ഇൻഫർമേഷൻ തരുന്ന ഒരു സ്പേസ് തന്നെയായിരുന്നു കേട്ടോ അത്. ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെയും അതുപോലെ തന്നെ മറ്റു ലൈറ്റ് ഹൗസിൻ്റെ എല്ലാം പ്രത്യേകതകളും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും എല്ലാം ആണ് കേട്ടോ ആ മ്യൂസിയത്തിലുള്ളത്.
ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഈ കാണുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിതിന് മുന്നേ വന്നപ്പോൾ ഈ കാണുന്ന പായലും ചെളിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നമുക്ക് അതിക്കിടയൊക്കെ നടന്ന് ഇരുന്ന് വർത്താനം പറയാനായിട്ട് പറ്റുമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കുറച്ച് കിഡ്ലൻ ഷോപ്സ് ആണ് കേട്ടോ ഇത്. അച്ചായൻസ് ജ്യൂസ് ആൻഡ് സ്നാക്സ്. ഇവർക്ക് കേരളത്തിൽ വേറെയും കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ, ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആയിരുന്നു ജ്യൂസ് ആയിട്ടും സ്നാക്സ് ആയിട്ടും അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ചും ബർഗറും ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ. സംഭവം എല്ലാം കിഡ്ലൻ തന്നെയായിരുന്നു. ഇവർക്ക് പുറത്തും ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. റോഡ് സൈഡിലായിട്ടും ചെറിയ കുട്ടി ഷോപ്സ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ചായവാലയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മോമോസും പാനിപ്പൂരി എല്ലാം കിട്ടുന്ന വേറെ ചില ഷോപ്സും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ പാളത്തിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട 2 പ്ലേസസ് ആണ് കേട്ടോ ഇത്. ഒന്ന് ആലപ്പുഴ ബീച്ചും പിന്നെ ഈ ലൈറ്റ് ഹൗസും. ബീച്ചിൽ വരുന്നവർക്ക് സീ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്ന ബീച്ച് ബേ. ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്